വൻ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കളമൊരുങ്ങി ബീഹാറിൽ BJP മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുകയാണ്. BJP നേതാവും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുമായ നിത്യാനന്ദ് റോയ് ബീഹാർ മുഖ്യമന്ത്രിയാകും. നിതീഷ് കുമാർ ഈ മാസം 16-ന് മുഖ്യമന്ത്രി പദവി ഒഴിയുകയും ചെയ്യും. നാളെ രാജ്യസഭയിലേക്ക് പത്രിക നൽകും എന്ന വാർത്തകൾ കൂടി വരികയാണ്. ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, നിത്യാനന്ദ് റായ് ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകും. നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത്, അല്ലേ? പ്രതീക്ഷ ഏറെ കാലത്തിന് ശേഷം ബീഹാറിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് BJP എത്തുകയാണ്. നിതീഷ് കുമാർ, അതായത് നിലവിലുള്ള JDU നേതാവ് മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ നാളെ രാജ്യസഭയിലേക്ക് പത്രിക നൽകുകയാണ്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും പത്രിക നൽകുന്നുണ്ട്. മുഖ്യമന്ത്രി പദം 16-ന് മുമ്പ് നിതീഷ് കുമാർ രാജിവെക്കും എന്നുള്ള സൂചനയാണുള്ളത്. നിലവിൽ ആഭ്യന്തര സഹമന്ത്രിയായ നിത്യാനന്ദ് റായ് ആണ് BJP മുഖ്യമന്ത്രി പദത്തിലേക്ക് മുൻതൂക്കമുള്ളത് എന്നുള്ളതാണ്. നിത്യാനന്ദ് റായ് മുഖ്യമന്ത്രിയാകുമെന്ന സൂചനയാണ് BJP വൃത്തങ്ങൾ നൽകുന്നത്. നിലവിൽ അവിടെ ഉപമുഖ്യമന്ത്രിയായ സമ്രാട് ചൗധരിയുടെ പേരും പരിഗണിക്കുന്നുണ്ടെങ്കിലും മുൻതൂക്കം നിത്യാനന്ദ് റായ്ക്കാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. ആഭ്യന്തര സഹമന്ത്രിയാണ്. 2014-ലും 2019-ലും BJP സ്ഥാനാർത്ഥിയായി ഉജ്ജയ്പൂരിൽ നിന്നും വിജയിച്ച ആളാണ് നിത്യാനന്ദ് റായ്. മാത്രമല്ല 2000 മുതൽ 2010 വരെ അദ്ദേഹം ഹാജിപൂർ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച വ്യക്തിയാണ്. നിത്യാനന്ദ് റായുടെ പേരിനാണ് BJP കേന്ദ്രങ്ങളിൽ മുൻതൂക്കം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും മറ്റു പേരുകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പേര് നിത്യാനന്ദ് റായുടേതാണ്. ഏറ്റവും നിർണായകമായിട്ടുള്ളത് BJP മുഖ്യമന്ത്രി പദത്തിലേക്ക് ബീഹാറിൽ വരുന്നു എന്നുള്ളതാണ്. ഏറെ നാളുകൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ JDU മുഖ്യമന്ത്രി പദം ഒഴിയാൻ തയ്യാറാകുന്നത്. ഈ രാജ്യസഭാ സീറ്റിലേക്ക് നിതീഷ് കുമാർ വരുമ്പോൾ ഉപമുഖ്യമന്ത്രി പദം മകൻ നിഷാന്ത് കുമാറിന് നൽകും എന്നുള്ളൊരു സൂചനയാണുള്ളത്. നിഷാന്ത് കുമാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് സംബന്ധിച്ച വാർത്തകളാണ് ഇന്ന് ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഉള്ളത്. ഒരു സ്വകാര്യ വ്യക്തി എന്നുള്ളതിനപ്പുറത്തേക്ക് മാറി രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ ഇടപെടാത്ത ഒരാളായിരുന്നു നിഷാന്ത്. പക്ഷേ ഇപ്പോൾ നിഷി എന്ന ഇരട്ടപ്പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ വിളിപ്പേരുള്ള നിഷാന്ത് കുമാർ ഇപ്പോൾ ബീഹാറിന്റെ ഉപമുഖ്യമന്ത്രി പദം ഏറ്റെടുത്തേക്കും. നിതീഷ് കുമാറിനെ ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പാണ് ഇത്. BJP ആണ് ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി. 89 സീറ്റുകളാണുള്ളത്. JDU-ന് 85 സീറ്റാണുള്ളത്. പക്ഷെ എന്നാലും നിതീഷ് കുമാറിന്റെ ആ ഒരു പ്രാധാന്യം കണക്കിലെടുത്താണ് നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രചാരണത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP തയ്യാറായത്. മുഖ്യമന്ത്രി പദവും അദ്ദേഹത്തിന് നൽകിയെങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയാണ് ഇപ്പോൾ നിതീഷ് കുമാറിന് എതിരായി വരുന്നത്. ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നേതൃമാറ്റമാണ് ഇപ്പോൾ ബീഹാറിൽ സംഭവിക്കുന്നത്. അല്പസമയം മുമ്പ് JDU-ന്റെ നേതാക്കളെല്ലാം തന്നെ ദേശീയ അധ്യക്ഷൻ സഞ്ജയ് ഝാ അടക്കമുള്ളവർ നിതീഷ് കുമാറിന്റെ വസതിയിലെത്തുകയും അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് നാളെ നിതീഷ് കുമാറും നിതിൻ നബീനും രാവിലെ പത്രിക നൽകും. രാവിലെ 11 മണിക്ക് നിതിൻ നബീൻ പത്രിക നൽകും. 11:30-ക്ക് നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രിക നൽകും.